Hi friends, JENY'S vlogിലേക്കുള്ള കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്നാക്കിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ബീഫ് വെച്ചൊരു ലോലിപോപ്പ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. വൈകുന്നേരത്തെ ചായയുടെ കോഫിയുടെ ഒക്കെ കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നതിനോട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ലോലിപോപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഉരുളക്കിഴങ്ങ് 2 എണ്ണം പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതേപോലെ കുറച്ച് ബീഫ് വേവിച്ച്, അതായത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളകും ലേശം ബീഫ് മസാല ഇട്ട് വേവിച്ച് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഒരു വലിപ്പമുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, വറ്റൽമുളക് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അത് ഒരു 1.5 ടീസ്പൂൺ കാണും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഇറച്ചി മസാല, പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്. ഇതോടൊപ്പം കുറച്ച് ബ്രെഡ് പൊടിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ബൗളിലേക്ക് ആദ്യം നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം, ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില അരിഞ്ഞത്, ചില്ലി ഫ്ലെക്സ്, ഇറച്ചി മസാല പൗഡർ, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബീഫ് വേവിച്ചപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിനൊപ്പം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും ചേർത്തിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതേപോലെ എല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ബോളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാനുള്ളത് നോക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മുക്കി എടുക്കാൻ വേണ്ടി മുട്ട വേണം. അപ്പം ഞാനൊരു ലേശം ഉപ്പും കുരുമുളകും ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം. 2 മുട്ട ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ബ്രെഡിൻ്റെ പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഈ മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് ബ്രെഡിൻ്റെ പൊടിയിൽ നമുക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. മുട്ടയുടെ ബാറ്ററിലിട്ടതിന് ശേഷം നമുക്ക് ബ്രെഡ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടൊന്ന് വറുത്ത് പോരാം. ഇതിനകത്തിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ബീഫും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്തതാണ്. പിന്നെ പച്ചമുളക് ചേർത്തതും സവാളയൊക്കെ ഉള്ളൂ അതിനകത്ത് മെയിനായിട്ടൊന്ന് വേകാനുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ലോലിപോപ്പ് എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനൊക്കെ ഉണ്ട്. നമ്മുടെ വൈകുന്നേരത്തെ ചായയുടെ കൂടെയും കോഫിയുടെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ ഉണ്ട്. നല്ല ഒരു സ്നാക്ക് തന്നെയാണിത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വേറൊരു നല്ല വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.